എല്ലാവർക്കും യേശുവിൻ നാമത്തിലുള്ള വന്ദനം അറിയിക്കുന്നു. ഈ ആഴ്ചയിൽ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ യേശുവിൻ്റെ മരണ ദിവസങ്ങളെ ധ്യാനിക്കുന്ന, ഒന്നുകൂടി പറഞ്ഞാൽ കഷ്ടാനുഭവങ്ങളെ ധ്യാനിക്കുന്ന ഒരാഴ്ചയാണ്. എന്തിനാണ് യേശു കഷ്ടങ്ങൾ സഹിച്ചത്? യേശു ചെയ്ത തെറ്റിൻ്റെ ഫലമാണോ? ഓരോ വ്യക്തികൾ ചെയ്യുന്ന തെറ്റിൻ്റെ ഫലമാണ് വിതച്ചതാണ് കൊയ്യുന്നത്. ജഡത്തിൽ വിതച്ചാൽ ജഡത്തിൽ നാശം കൊയ്യും. യേശു എന്തിനാണ് കഷ്ടപ്പെട്ടത്? അവൻ കഷ്ടം സഹിച്ചത് നമുക്ക് പകരമാണ്. നാം സഹിക്കേണ്ടത് യേശു സഹിച്ചു. അതിൻ്റെ അർത്ഥം എന്താ? നാം സഹിക്കേണ്ടത് യേശു സഹിച്ചെങ്കിൽ ഇനി അത് നാം സഹിക്കേണ്ട ആവശ്യമില്ല. യേശു ക്രൂശിൽ രോഗങ്ങളെ വഹിച്ചു, ശാപങ്ങളെ ചുമന്നു. യേശുവിൻ്റെ അടിപ്പിണരാൽ സൗഖ്യമുണ്ടായി. അതിൻ്റെ അർത്ഥം രോഗം, ശാപം, പാപം ഇവയെല്ലാം യേശു തൻ്റെ കഷ്ടങ്ങളിലൂടെ എടുത്തു മാറ്റി. യേശു ക്രിസ്തുവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നവർക്ക് ഇതിൻ്റെ ഫലമുണ്ടാകും. പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നവർക്ക്. ഒരിക്കൽ ഫിലിപ്പോസിനോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, നിർജ്ജന സ്ഥലത്തേക്ക് പോകാൻ പറഞ്ഞു. ആ വഴിയിലൂടെ എത്യോപ്യ രാജ്ഞിയുടെ ധനകാര്യമന്ത്രിയായ ഒരു ഷണ്ണൻ ആ വഴി പോകുന്നുണ്ടായിരുന്നു. അവൻ യെരുശലേമിൽ നമസ്കരിക്കാൻ പോയിട്ട് തിരിച്ചു പോവുകയാണ്. ആ തിരിച്ചു വരുന്ന വഴി യെശയ്യാവിൻ്റെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. യെശയ്യാവ് 53. അന്ന് അധ്യായങ്ങൾ തിരിക്കാത്ത കാലമാണ്. യെശയ്യാവ് 53 വായിക്കുമ്പോൾ അതിൽ അറുപ്പാനുള്ള ആടുകളെ പോലെ എന്നെ എണ്ണി രോമം കത്തിരിക്കുന്നവരുടെ നടുവിൽ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാട്, ഇതൊക്കെ വായിക്കുമ്പോൾ ഇത് യെശയ്യാവ് തന്നെക്കുറിച്ചാണോ പറയുന്നത്? ഇത് ആരെക്കുറിച്ചാണ്? പരിശുദ്ധാത്മാവിൽ നിറവുള്ള ഫിലിപ്പോസിനെ അത് വ്യാഖ്യാനിക്കാൻ അറിയാം. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവർക്ക് ഇത് മനസ്സിലാകും. അങ്ങനെ ആ വചനത്തെ എടുത്തുകൊണ്ട് തന്നെ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം ഫിലിപ്പോസ് സംസാരിച്ചപ്പോൾ തേരോടിക്കൊണ്ടിരിക്കുന്നു, യാത്ര തുടരുന്നു. ഇതാ വെള്ളമുള്ള ഒരു സ്ഥലം കണ്ടപ്പോൾ, ഇതാ വെള്ളം, സ്നാനമേൽക്കാൻ എന്തു വിരോധം എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഫിലിപ്പോസ് പറയുന്നുണ്ട്, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു എങ്കിൽ ആകാം. വിശ്വാസം എന്ന് പറയുന്നത് പൂർണ്ണ ഹൃദയത്തോടെ ആയിരിക്കണം. ഷണ്ണനും ഫിലിപ്പോസും വെള്ളത്തിൽ ഇറങ്ങി. ഷണ്ണനെ ഫിലിപ്പോസ് സ്നാനപ്പെടുത്തി. വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ ഫിലിപ്പോസിനെ കണ്ടില്ല. ദൈവത്തിൻ്റെ ആത്മാവിനെ എടുത്തുകൊണ്ട് പോയി. ഷണ്ണനും സന്തോഷിച്ച് തൻ്റെ വഴിക്ക് പോയി. എത്യോപ്യക്കാരനാണെന്ന് ഓർക്കണം. ഇന്ന് നമ്മൾ ആഫ്രിക്കയിലെ എത്യോപ്യയിൽ ചെന്നാൽ എത്യോപ്യയുടെ ഭൂരിഭാഗം ക്രിസ്തീയ സമൂഹമാണ്. ഒരു ഷണ്ണനെ സ്നാനപ്പെടുത്തി വിട്ടതാ. ഇന്ന് എത്യോപ്യ കർത്താവിന് വേണ്ടി വളരെയധികം ഫലം കായ്ക്കുന്ന രാജ്യമാണ്. പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്ന ഒരു ധനകാര്യമന്ത്രി നിമിത്തം ആ രാജ്യം വളരെയധികം സുവിശേഷത്താൽ സ്വാധീനിക്കപ്പെട്ടു. പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നവരുണ്ടോ, അവരുടെ വീട്, അവരുടെ നാട് എല്ലാം അഭിവൃദ്ധിപ്പെടും. വെറും ഒരു വിശ്വസിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുക. കർത്താവിന് അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുക. കർത്താവ് വാതിലുകൾ തുറക്കുമെന്ന് പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കാം. നമ്മുടെ കൂട്ടായ്മയിൽ പാടുന്ന ഓരോ പാട്ടും അതിൻ്റെ വരികൾ ദൈവത്തെ പുകഴ്ത്തുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് പാടുക. ബൈബിൾ വായിക്കുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിച്ചുകൊണ്ട് വായിക്കുക. ദൈവത്തിൻ്റെ വചനമാണ് എന്നുള്ള വിശ്വാസത്തോടെ ഇത് വായിക്കുക. അതിൻ്റെ റിസൾട്ട് സാധാരണമല്ല, അസാധാരണമായിരിക്കും. കർത്താവ് അത് ചെയ്യട്ടെ. ചേർന്ന് പാടി യേശുവിനെ നമുക്ക് ആരാധിക്കാം. I need you more.
could say, I need you more than ever before. I need you, Lord. I need you, Lord. I need you more than yesterday. I need you more than words could say. I need you more than ever before. I need you, Lord. I need you, Lord, more than the air I breathe, more than the next heartbeat, more than the next heartbeat, more than anything. Lord, as time goes by, I'll be by your side, 'cause I never want to go back to my old life. I need you more than yesterday. I need you more than words could say. I need you more than ever before. I need you, Lord. I need you, Lord, more than the air I breathe, more than the song I sing, more than the next heartbeat, more than anything. Lord, as time goes by, I'll be by your side, 'cause I never want to go back to my old life. I need you more than yesterday. I need you more than words could say. I need you more than ever before. I need you, Lord. I need you, Lord. I need you, Jesus. I need you more than yesterday. I need you more than words could say. I need you more than ever before. I need you, Lord. I need you, Lord. We give you the highest praise. We give you the highest praise. We give you the highest praise, oh Lord. We give you the highest praise. We give you the highest praise. We give you the highest praise, Jesus. We give you the highest praise. We give you the highest praise. We give you the highest praise. We give you highest praise. We give you the highest praise. We give you the highest praise. We give you the highest praise. I need you more than yesterday. I need you more than words could say. I need you more than ever before. I need you,
need you, Lord. I need you, Jesus. I need you more than yesterday. I need you more than words could say. I need you more than ever before. I need you, Lord. I need you, Lord. കഴിഞ്ഞ ദിവസം നമ്മൾ യാക്കോബിൻ്റെ ചരിത്രമല്ലേ ധ്യാനിച്ചത്. അതായത് അവനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വിധിയെ മനസ്സിലാക്കി അവൻ അതിനെ കുതിച്ചു കയറി സ്വന്തമാക്കി. യാക്കോബ് ഇസ്രായേലായി മാറി, വലിയ രാജ്യമായി മാറി. ഇളയവനെ മൂത്തവൻ സേവിക്കും എന്നുള്ളത് അങ്ങനെ യാഥാർത്ഥ്യമായി. ഏശാവിന് ലഭിച്ച അവകാശങ്ങളും പദവികളും അവൻ അലക്ഷ്യമാക്കി. യാക്കോബിന് കിട്ടിയ ചാൻസുകളെയെല്ലാം അവൻ തക്കത്തിൽ ഉപയോഗിച്ചു. അങ്ങനെ അവൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് അവൻ കുതിച്ചു കയറി. ഇതുപോലെ നമുക്ക് കിട്ടുന്ന അവസരങ്ങളെല്ലാം തക്കത്തിൽ ഉപയോഗിച്ച്, ഇത് ദുഷ്കാലമായിരിക്കാൻ സമയം തക്കത്തിൽ ഉപയോഗിച്ച് നമ്മുടെ അനുഗ്രഹങ്ങളെയെല്ലാം നമുക്ക് സ്വന്തമാക്കാൻ കഴിയും. ഇന്ന് നമ്മൾ 1 ദിനവൃത്താന്തം 4-ാം അധ്യായത്തിലേക്ക് വരികയാണ്. അവിടെ യബ്ബേസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ചരിത്രം അവിടെ ആരംഭിക്കുന്നു. യബ്ബേസ്, അദ്ദേഹത്തിൻ്റെ ചരിത്രം എന്താ പറയുന്നത്? യബ്ബേസ് അതിൻ്റെ 9-ാം വാക്യത്തിലാണ്. 1 ദിനവൃത്താന്തം 4:9. യബ്ബേസ് തൻ്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. അവൻ്റെ അമ്മ ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് യബ്ബേസ് എന്ന് പേരിട്ടു. അതിൻ്റെ അർത്ഥം വ്യസനപുത്രൻ. അവൻ്റെ അമ്മ അവന് പേരിട്ടു. ഇവൻ ജനിച്ചപ്പോൾ മുതലാണ് നമുക്ക് ഇങ്ങനെയുള്ള കഷ്ടപ്പാടുകളും എല്ലാവിധ ബുദ്ധിമുട്ടുകളും ഇതുവരെയും ഇല്ലാത്ത പ്രശ്നങ്ങൾ ഈ ചെറുക്കൻ വേണ്ടായിരുന്നു. ഈ ചെറുക്കൻ്റെ ജനനം, ഇവൻ്റെ നക്ഷത്രം എന്താണെന്ന് ആർക്കറിയാം? ഇവൻ്റെ ജനനത്തോടുകൂടിയാണ് ഈ വീട്ടിൽ പല പ്രശ്നങ്ങൾ. അവൻ്റെ അമ്മ പറയുകയാണ്, അതായത് അവൻ ജനിക്കുന്ന കാലത്ത് ആ വീട് സാമ്പത്തികമായി വലിയ തകർച്ചയിലായിരിക്കാം, മാനസികമായി തകർച്ചയായിരിക്കാം. ആ കുടുംബനാഥൻ ഭൂമി വിട്ടുമാറിയോ, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയോ, അല്ലെങ്കിൽ ഇവളുടെ ഈ അമ്മയെ ഉപേക്ഷിച്ചോ, എന്താണെന്നൊന്നും നമ്മളവിടെ അറിയുന്നില്ല. എന്നാലും ആ സ്ത്രീക്ക് വളരെയധികം വ്യസനങ്ങളാണ്, വേദനകളാണ്. ഒരു കുഞ്ഞ് ജനിക്കുന്ന സന്തോഷമൊന്നും ഈ അമ്മയ്ക്കില്ല. സാഹചര്യങ്ങളൊന്നും നല്ലതല്ല. അതിനു മുമ്പ് പല കുഞ്ഞുങ്ങളെയും പ്രസവിച്ച സ്ത്രീയാണ്. എന്നാൽ വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിൻ്റെ നടുവിൽ, ഏറ്റവും സങ്കടകരമായ ഒരു സാഹചര്യത്തിൻ്റെ നടുവിൽ പിറന്നു വീണവനാണ് ആര്? യബ്ബേസ്. അവൻ കേട്ടു വളർന്നത് അവനെക്കുറിച്ച് തന്നെ അവൻ്റെ വീട്ടുകാർ പറഞ്ഞ വാക്കുകളാണ്. നീ ജനിച്ച അന്ന് മുതലാടാ ഇത്, നീ വീട്ടിൽ വന്ന് കയറിയ അന്ന് മുതലാണ്. നമ്മളിത് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ കേൾക്കുന്ന ഒന്നാണ്. നിന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന അന്ന് മുതലാണ് ഇതിവിടെ അനുഭവിക്കുന്നത്. അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ പറയും നിങ്ങളുടെ കൂടെ കൂടിയ അന്ന് മുതലാണ്. ഈ കല്യാണത്തെ തുടർന്നാണ് എൻ്റെ വ്യസനം ആരംഭിച്ചത്. അല്ലെങ്കിൽ ഈ ബിസിനസ് എനിക്കൊരു വ്യസനപുത്രനാണ്. ഈ ബിസിനസ്സിന് സ്റ്റെപ്പ് വെച്ചതാണ് എൻ്റെ ജീവിതത്തിലെ പരാജയം. അല്ലെങ്കിൽ ചിലർ പറയും ഈ കോഴ്സ് എടുത്തപ്പോൾ മുതൽ അനുഭവിക്കുന്ന പ്രശ്നമാണ്. ഏതെങ്കിലും ഒന്നിൽ വ്യസനം അനുഭവിക്കുന്നവരാണിത് കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിന് പരിഹാരമുണ്ടോ? പരിഹാരമുണ്ടെന്ന് ഈ അധ്യായത്തിൽ തന്നെ അടുത്ത വാക്യങ്ങളിൽ പറയുന്നുണ്ട്. 1 ദിനവൃത്താന്തം 4:9-10 നമ്മുടെ ജീവിതത്തിൽ അടിവരയിടേണ്ട, ബൈബിളിൽ അടിവരയിടേണ്ട ചരിത്രമാണ്. യബ്ബേസിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ അവിടെ പറയുന്നില്ല, 2 വാക്യങ്ങളിലാണ് പറയുന്നത്. എന്നാൽ യബ്ബേസ് മറ്റുള്ളവർ പറഞ്ഞ വിധികൾക്കകത്ത് ജീവിക്കാൻ തീരുമാനിച്ചില്ല. ഞാൻ ജനിച്ചത് വ്യസനത്തോടെയാണ്,
എന്നാൽ ഞാൻ വ്യസനത്തിൽ മരിക്കില്ല. എൻ്റെ അന്ത്യം അതിശ്രേഷ്ഠമായിരിക്കും. ആരംഭം എന്തുവാകട്ടെ, എൻ്റെ അവസാനം ഇത് തന്നെ പൂർത്തീകരിച്ച് ഞാൻ പോകില്ല. മറ്റുള്ളവർ എന്നെക്കുറിച്ച് പറയുന്ന വിധിയെ ഞാൻ മറികടക്കും. അങ്ങനൊരു തീരുമാനമുണ്ടോ നിങ്ങൾക്ക്? മറ്റുള്ളവർ നമ്മെ കുറിച്ച് പറയുന്ന വാക്കുകളെ മറികടക്കണം, വിധിയെ മറികടക്കണം. യബ്ബേസ് അതിന് ചെയ്തത് അവൻ പ്രാർത്ഥിച്ചു എന്ന് നമ്മളവിടെ വായിക്കും. പ്രാർത്ഥന എല്ലാവർക്കും ഉണ്ട്. പ്രാർത്ഥനയില്ലാത്ത ആരാണ്? ഇന്ന് ഭൂമിയിലുള്ള നല്ല ശതമാനം, ഒരു 80% പേരും പ്രാർത്ഥിക്കുന്നവരാണ്. എവിടെയെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ചു പോകും. ദൈവം ഇല്ല എന്ന് പറയുന്നവർ ഉള്ളിൽ ദൈവമേ എന്ന് വിളിക്കുന്നുണ്ട്. എല്ലാവരുടെ ഉള്ളിൽ ഒരു ദൈവിക ബോധമുണ്ട്. കാരണം നമ്മെ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ദൈവം സൃഷ്ടിച്ചതാണ്. അപ്പോൾ യബ്ബേസ് സാഹചര്യത്തെ മറികടന്നത്, വിധികളെ മറികടന്നത് പ്രാർത്ഥന കൊണ്ടാണ്. അവനൊരു ദൈവത്തെ അറിയാം. അവൻ പ്രാർത്ഥിച്ചത് എങ്ങനെയാണെന്ന് 10-ാം വാക്യത്തിലുണ്ട്. യബ്ബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട് അപേക്ഷിച്ചു. അപ്പോൾ ദൈവത്തോട്, ഇസ്രായേലിന്റെ ദൈവത്തോട് യബ്ബേസ് വ്യക്തമായി പ്രാർത്ഥിച്ചു. ഇസ്രായേലിന്റെ ദൈവത്തോട്. ആരോടാണ്? യാക്കോബിനെ മാറ്റിമറിച്ച്, യാക്കോബിന്റെ പ്രാർത്ഥനയിൽ യാക്കോബിനെ മാറ്റിമറിച്ച, ഇസ്രായേലാക്കിയ ദൈവത്തോട്. യബ്ബേസിന് ഉറപ്പാണ്, ഭൂമിയിൽ ആർക്കെങ്കിലും ഒരു നന്മ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥനയിൽ എനിക്കും ഉണ്ടാകും. ജോയ്സ് മേയർ എന്ന ദൈവദാസി എപ്പോഴും പറയുന്നു, ഈ ലോകത്തിൽ ആരെങ്കിലും ഒരു അനുഗ്രഹം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അനുഗ്രഹം ഉറപ്പാണ്. ഈ ലോകത്തിൽ ആരെങ്കിലും നന്നായിട്ടുണ്ടെങ്കിൽ ഞാനും നന്നാകും. അങ്ങനെ വിശ്വസിക്കാൻ കഴിയുക. ഒരാൾക്കെങ്കിലും ഭൂമിയിൽ ഒരു സൗഖ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് സൗഖ്യം കിട്ടും. ഭൂമിയിൽ ഒരു മുടന്തൻ എഴുന്നേറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള മുടന്തന്മാർ എഴുന്നേൽക്കും. ഭൂമിയിൽ ഒരാളുടെ കണ്ണ് തുറന്നിട്ടുണ്ടോ? നമ്മുടെയും പരിചയത്തിലുള്ള പലരുടെയും കണ്ണും ചെവിയും എല്ലാം തുറക്കും. ബൈബിളിൽ ഒരു പ്രാവശ്യമെങ്കിലും നടന്നത്, അത് ആയിരക്കണക്കിന് പ്രാവശ്യം പല സംവത്സരങ്ങളിലായി ആവർത്തിക്കപ്പെടാനുള്ളതാണ്. ഇത് ഒരിക്കലായി മാത്രം നടക്കാനുള്ളതാണെങ്കിൽ എഴുതി നമ്മുടെ കയ്യിൽ തരേണ്ട യാതൊരു ആവശ്യവുമില്ല. പണ്ട് നടന്ന കുറെ കഥകൾ, ചരിത്രങ്ങൾ പറഞ്ഞ് നമ്മളെ കൊതിപ്പിക്കുന്നതല്ല ബൈബിൾ. പണ്ട് നടന്നതിനേക്കാൾ വലിയ കാര്യങ്ങൾ ഇന്ന് നടക്കുമെന്ന് ഉറപ്പിച്ചതാണ് ബൈബിൾ. ഞാൻ പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്നത് കൊണ്ട് ഇതിലും വലിയത് നിങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞു. നഥനിയേലിനോട് പറഞ്ഞു, ഇതിനേക്കാൾ വലിയത് നിങ്ങൾ കാണും. വലിയത് കാണണം, വലിയത് ചെയ്യണം. ഇത് ദൈവത്തിൻ്റെ ഹിതമാണ്. യബ്ബേസ് പ്രാർത്ഥിച്ചു, ഇസ്രായേലിന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അതായത് ഒരു സാധാരണ മനുഷ്യനെ ഒരു രാജ്യമാക്കാൻ കഴിയുന്നവനായ ദൈവത്തോട് പ്രാർത്ഥിച്ചു. യാക്കോബ് ഇരട്ടിയായാലും അവനൊരു രാജ്യമല്ല. എന്നാൽ ഒരു രാത്രി കൊണ്ട് ദൈവം അവനെ രാജ്യമാക്കി മാറ്റി. ഇതാണ് ചരിത്രം. യബ്ബേസിന് പറയാനുള്ളത്, എനിക്ക് സാധാരണ ഒരു അനുഗ്രഹം പോരാ, എന്നെ ഒരു രാജ്യമാക്കണം, എന്നെ ഒരു പട്ടണമാക്കണം, എൻ്റെ അതിര് വിശാലമാക്കണം. യബ്ബേസ് എന്താ ചോദിച്ചതെന്ന് നമുക്ക് നോക്കാം. യബ്ബേസ് 10-ാം വാക്യം, യബ്ബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായും അനുഗ്രഹിക്കണം. അനുഗ്രഹിക്കണേ കർത്താവേ, അനുഗ്രഹിക്കണേ കർത്താവേ എന്നല്ല, നിശ്ചയമായി. അവൻ ഉറപ്പാണ്. അനുഗ്രഹം എന്നുള്ളത് അത് പ്രാർത്ഥനയിലൂടെ നിശ്ചയമായും ഉണ്ടായി വരുന്നതാണ്. വിധി അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ അമ്മ പറഞ്ഞതനുസരിച്ച്, അവൻ്റെ കുടുംബക്കാർ പറയുന്നതനുസരിച്ച് ഇവൻ വന്നതോടെ അനുഗ്രഹം പോയി. യബ്ബേസ് പറഞ്ഞു, അനുഗ്രഹിച്ചേ മതിയാവും. എനിക്ക് വ്യക്തമായി എൻ്റെ ജനനത്തോടുകൂടി
ഈ വീട്ടിലെ അനുഗ്രഹങ്ങളെല്ലാം നിലച്ചു പോയെങ്കിൽ ഇതാ ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ ഭവനം അനുഗ്രഹിക്കപ്പെടും. എൻ്റെ ഭവൻ അനുഗ്രഹിക്കപ്പെട്ടേ തീരൂ. നിശ്ചയമായ ഒരു അനുഗ്രഹം, വ്യക്തമായ ഒരു അനുഗ്രഹം, സ്പഷ്ടമായിട്ട് അനുഭവിക്കാൻ കഴിയുന്ന ഒരു അനുഗ്രഹം, ഈ വീട്ടിൽ നിന്ന് മങ്ങിപ്പോയ അനുഗ്രഹം, ഈ വീട്ടിൽ ഇന്ന് ഇല്ലാത്ത അനുഗ്രഹം, ഈ വീട്ടിൽ വരാൻ ഞാൻ ആഗ്രഹിക്കുന്ന അനുഗ്രഹം, എനിക്ക് കാണാനും അനുഭവിക്കാനും ആസ്വദിക്കാനും കഴിയുന്ന ഒരു അനുഗ്രഹം എനിക്ക് വേണം. എത്ര പേര് അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്? കർത്താവേ അനുഗ്രഹിക്കണേ. അനുഗ്രഹം കിട്ടാൻ വേണ്ടിയൊന്നുമല്ല, വെറുതെ കർത്താവെ അനുഗ്രഹിക്കണേ, ആ കുടുംബത്തെ അനുഗ്രഹിക്കണേ, ഈ കുടുംബത്തെ അനുഗ്രഹിക്കണേ. നിശ്ചയമായും അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയട്ടെ. നീ എന്നെ നിശ്ചയമായും അനുഗ്രഹിച്ച് എൻ്റെ അതിര് വിശാലമാക്കണം. എന്താണ്? ഞാൻ ഒതുങ്ങിപ്പോയി, ഞാൻ ഇടുങ്ങിപ്പോയി, ഞാൻ പലതിലും ചുരുങ്ങിയിരിക്കുന്നു. സാമ്പത്തികമായി ഇടുക്കം, മാനസികമായി ഇടുക്കം, എല്ലാ നിലയിലും ഇടുക്കം, ഒരു വിശാലതയില്ല. അവനത് കാണുകയാണ്, അവൻ്റെ ഭവനത്തിൽ വിശാലതകളില്ല. എന്നാൽ അവൻ വ്യക്തമായി പറഞ്ഞു, എൻ്റെ അതിര് വിശാലമാക്കണം. യെശയ്യാ 54 പറഞ്ഞു, നിന്റെ കൂടാരത്തെ വിശാലമാക്കുക. അപ്പോൾ ദൈവത്തിൽ നിന്ന് അവൻ പ്രാപിച്ച ഒന്നാണ് വിശാലത. അതിര് വിശാലമാകണം. ഇന്നുള്ള പരിമിതികളിൽ കിടക്കരുത്. നേരത്തെ നമുക്കൊരു TV പ്രോഗ്രാം ഉണ്ടായിരുന്നു, അതിൻ്റെ പേരാണ് പരിമിതികൾക്കപ്പുറം. മനുഷ്യൻ വെച്ചിരിക്കുന്ന പരിമിതി, പിശാച് വെച്ചിരിക്കുന്ന പരിമിതി, നാം നമുക്ക് തന്നെ വെച്ചിരിക്കുന്ന പരിമിതി, അതിനപ്പുറം ചെയ്യാൻ കഴിയുന്നവനാണ് കർത്താവ്. കർത്താവിൽ അങ്ങോട്ട് വിശ്വസിക്കണം. എൻ്റെ അതിര് വലുതാകണം. എത്ര പേര് ആഗ്രഹിക്കും നമ്മുടെ അതിര്? വിദ്യാഭ്യാസത്തിന് ഒരു വളർച്ചയുണ്ടാകട്ടെ, ജോലിയിൽ ഒരു അതിര് വിശാലതയുണ്ടാകട്ടെ, ബിസിനസ്സുകളിൽ ഒരു അതിരുകൾ കവിയുന്ന ഒരു വലിയ വിശാലത യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. എല്ലാ നിലയിലും ഒരു വിശാലത. നീ എൻ്റെ അതിര് വിശാലമാക്കുകയും യബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട് നീ നിശ്ചയമായും അനുഗ്രഹിച്ച് അതിരുകളെ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോടുകൂടെ ഇരിക്കണം. എന്താണ്? നിന്റെ കൈ എൻ്റെ കൂടെ ഇരിക്കണം. യെഹെസ്കേലിന്റെ മേൽ ദൈവത്തിന്റെ കൈ വന്നു. അസ്ഥി താഴ്വര സൈന്യ താഴ്വരയായതാണ് കാണുന്നത്. ഏലിയാവിന്റെ മേൽ ദൈവത്തിന്റെ കൈയിരുന്നു. ആഹാബിന്റെ രഥത്തിനേക്കാൾ വേഗതയിൽ അവൻ ഓടി. ദൈവത്തിന്റെ കൈ ഏലിയാവിന്റെ ശിഷ്യനായ ഏലീശയുടെ മേൽ വന്നു. അവൻ പ്രവചിക്കാൻ തുടങ്ങി, ഈ താഴ്വരയിൽ അനേക കുഴികളെ വെട്ടുവിൻ. നിങ്ങൾ കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല, എന്നാൽ താഴ്വര വെള്ളം കൊണ്ട് നിറയും. അപ്പോൾ ദൈവത്തിന്റെ കൈ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അന്തരീക്ഷങ്ങളെല്ലാം മാറും. അവൻ പ്രാർത്ഥിച്ചു, കർത്താവേ നിന്റെ കൈ എൻ്റെ കൂടെ ഉണ്ടാകണം. അടുത്തത്, അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു. അനർത്ഥങ്ങൾ എനിക്കുണ്ട്, എന്നാൽ ആ അനർത്ഥങ്ങൾ വ്യസനമായി തീരരുത്. ആ അനർത്ഥങ്ങൾ എനിക്ക് നന്മയായി മാറണം. സകലതും എനിക്ക് വിടുതലാകണം. അനർത്ഥം വ്യസനമാകരുത്. പ്രാർത്ഥിക്കണം. ഇന്ന് വന്നിരിക്കുന്ന അനർത്ഥം നന്മയായി തീരണം. ഇന്ന് വന്നിരിക്കുന്ന പ്രതികൂലം അനുഗ്രഹമായി മാറണം. ഇന്ന് വന്നിരിക്കുന്ന പ്രതിസന്ധി വിടുതലാകണം. അടുത്ത വാക്യം എന്താണെന്ന് അറിയാമോ? അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു. അടുത്തത്, അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവനെ നൽകി. ബൈബിളിൽ ഈ രണ്ട് വാക്യങ്ങളിലേ ഉള്ള ഈ ചരിത്രം. പിന്നീട് നമ്മൾ ഈ യബേസിന്റെ ചരിത്രം ആരംഭത്തിൽ നമ്മൾ കാണുന്നുണ്ട്. യബേസിന്റെ, അതായത് അവിടെ ജ്ഞാനികൾ പാർത്ത പട്ടണം യബേസ് എന്ന പട്ടണം. യബേസ് ഒരു പട്ടണമായി മാറി. അവൻ ഒരു കുടുംബത്തലവനായിട്ടല്ല, അവനൊരു പട്ടണമായി മാറി. ദൈവം അവൻ അപേക്ഷിച്ചതിന് ദൈവം അവന് കൊടുത്തു. അതായത് നമ്മുടെ സാഹചര്യം നോക്കിയല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്,
സാഹചര്യങ്ങളെ മാറ്റുന്ന ഒരു പ്രാർത്ഥന നമുക്കുണ്ടാകണം. സാഹചര്യങ്ങളെ മറികടക്കുന്ന ഒരു പ്രാർത്ഥന, അതിന് വിശാലമാകുന്ന പ്രാർത്ഥന, നന്മകൾ ഉണ്ടാകുന്ന ഒരു പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഇത് കേട്ടവരുടെ മേൽ വലിയ നന്മകൾ ഉണ്ടാകും, വലിയ വിടുതലുകൾ ഉണ്ടാകണം, വലിയ ഐശ്വര്യം ഉണ്ടാകട്ടെ, വലിയ സമൃദ്ധി ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ കരം ചലിക്കണം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ വചനങ്ങൾ നമുക്ക് വിശ്വസിക്കാം, കർത്താവിനെ ആശ്രയിക്കാം. അതിര് വിശാലമാക്കുന്ന, അപേക്ഷിച്ചത് മുഴുവനും തരുന്ന, ദേശത്ത് തല ഉയർത്തി നിർത്തുന്ന കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. നാളത്തെ രാവിലത്തെ പ്രാർത്ഥനയ്ക്കായി നമുക്ക് കാത്തിരിക്കാം. ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു.